Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ പുവർ വുഡ് കട്ടർ ആൻഡ് ഹിസ് ഫാമിലി. വൺസ് പണ്ടൊരിക്കൽ ദർ ലിവ്ഡ് ജീവിച്ചിരുന്നു എ വുഡ് കട്ടർ ഒരു വിറകുവെട്ടുകാരൻ. ഹു ഹാഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എ സ്മോൾ ഫാമിലി ഒരു ചെറിയ കുടുംബം. ഹിസ് വൈഫ് ആൻഡ് 2 ഡോട്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബം. സാറ ആൻഡ് സോഫിയ സാറയും സോഫിയയുമാണ് ആ പെൺമക്കളുടെ പേരുകൾ. ഹി സെൻഡ് ഹിസ് ഡോട്ടേഴ്സ് ടു സ്കൂൾ. ഹി സെൻഡ് അദ്ദേഹം അയച്ചു. ഹിസ് ഡോട്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ ടു സ്കൂൾ സ്കൂളിലേക്ക്. ഹി വുഡ് ഓഫൺ സേ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. ഓഫൺ എന്നാൽ പലപ്പോഴും, സേ എന്നാൽ പറയുക. ഐ കുഡിൻറ്റ് സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് പക്ഷേ ഐ വാണ്ട് മൈ ബ്യൂട്ടിഫുൾ ഡോട്ടേഴ്സ് ടു സ്റ്റഡി പക്ഷെ എനിക്ക് എൻ്റെ സുന്ദരികളായ പെൺകുട്ടികൾ പഠിക്കണം. ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഒരു നല്ല ഭാവി ഉണ്ടാകുകയും വേണം. ദ വുഡ് കട്ടർ ഹാഡ് ആ വിറകുവെട്ടുകാരന് ഹാഡ് ഉണ്ടായിരുന്നു ബിഗ് ഡ്രീംസ് വലിയ സ്വപ്നങ്ങൾ. ബട്ട് പക്ഷേ ലക്ക് വാസ് നോട്ട് ഓൺ ഹിസ് സൈഡ് പക്ഷേ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഹി അദ്ദേഹം ഓൾവേസ് എപ്പോഴും സ്ട്രഗിൾഡ് പ്രയാസപ്പെട്ടു. ടു ഏൺ സമ്പാദിക്കാൻ, ഇനഫ് മണി വേണ്ടത്ര പണം, ഫോർ ഹിസ് ഫാമിലി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി വേണ്ടത്ര പണം സമ്പാദിക്കാൻ അദ്ദേഹം എപ്പോഴും പ്രയാസപ്പെട്ടു. ആൻഡ് നോ മാറ്റർ ഹൗ ഹാർഡ് ഹി വർക്ക്ഡ് അദ്ദേഹം എത്രമാത്രം കഠിനമായി ജോലി ചെയ്തു എങ്കിലും ഇറ്റ് വാസ് ടഫ് ടു കവർ ഓൾ ദ എക്സ്പെൻസസ് എല്ലാ ചിലവുകളും വഹിച്ചു കൊണ്ടുപോകുക ബുദ്ധിമുട്ടായിരുന്നു. ടഫ് എന്നാൽ ബുദ്ധിമുട്ടുക, എക്സ്പെൻസസ് എന്നാൽ ചിലവുകൾ. സംടൈംസ് ചില സമയങ്ങളിൽ ഹി വുഡ് ഫീൽ റിയലി സാഡ് അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ബട്ട് പക്ഷേ ഹി നെവർ ലോസ്റ്റ് അദ്ദേഹം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല ഹോപ്പ് പ്രതീക്ഷ. ആൻഡ് കെപ്റ്റ് ഗോയിങ് അദ്ദേഹം പോയിക്കൊണ്ടേയിരുന്നു, അതായത് അദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയില്ല. ഈവൻ ദോ ഹി വാസ് പൂവർ അദ്ദേഹം പാവപ്പെട്ടവനായിരുന്നു എങ്കിലും, ഈവൻ ദോ എന്നാൽ എങ്കിലും എന്നുള്ള അർത്ഥമാണ്. ദ വുഡ് കട്ടർ ഹാഡ് ആ വിറകുവെട്ടുകാരന് ഉണ്ടായിരുന്നു എ കൈൻഡ് ഹാർട്ട് കൈൻഡ് എന്നാൽ ദയ ഉള്ള, ഉപകാരം ചെയ്യുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഉപകാരം ചെയ്യുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വൺ ഡേ ഒരു ദിവസം എ ഹോളി പേഴ്സൺ ഹോളി എന്നാൽ ദൈവികമായ, വിശുദ്ധമായ, ദിവ്യമായ, ഇതൊക്കെയാണ് അർത്ഥം. പേഴ്സൺ എന്നാൽ വ്യക്തി, ഒരു ദൈവികമായ അല്ലെങ്കിൽ ഒരു വിശുദ്ധനായ ഒരു വ്യക്തി, നെയിംഡ് പേരുള്ള, അലി എന്ന പേരുള്ള ഒരു വ്യക്തി വിസിറ്റഡ് സന്ദർശിച്ചു ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്. ദ വുഡ് കട്ടർ ആ വിറകുവെട്ടുകാരൻ ഓഫേർഡ് നൽകി, അലിക്ക് നൽകി, സം ഫുഡ് കുറച്ച് ഭക്ഷണം, ടു ഈറ്റ് ഭക്ഷിക്കാൻ അലിക്ക് ഭക്ഷിക്കാൻ വേണ്ടി ആ വിറകുവെട്ടുകാരൻ കുറച്ച് ഭക്ഷണം കൊടുത്തു. ഇൻ റിട്ടേൺ പകരമായി അലി ബ്ലസ്ഡ് അലി അനുഗ്രഹിച്ചു ഹിം അദ്ദേഹത്തെ ആ വിറകുവെട്ടുകാരനെ. ബട്ട് പക്ഷേ ഷെയർഡ് പങ്കുവെച്ചു എ പ്രോഫസി എന്നാൽ പ്രവചനം, എന്താണ് ഒരു പ്രവചനം പങ്കുവെച്ചു. ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവാനാണ്, വിത്ത് യുവർ കൈൻഡ്നെസ് എന്നാൽ ദയാലുത്വം, നിങ്ങളുടെ ദയാലുത്വത്തിൽ ഞാൻ സന്തോഷവാനാണ്. ബട്ട് പക്ഷേ ഐ കനോട്ട് ചേഞ്ച് എനിക്ക് സാധിക്കുകയില്ല, എനിക്ക് സാധിക്കുകയില്ല, ചേഞ്ച് മാറ്റാൻ, യുവർ ഫെയ്റ്റ് എന്നാൽ വിധി, നിങ്ങളുടെ വിധി മാറ്റാൻ എനിക്ക് സാധിക്കുകയില്ല. യു വിൽ ഓൾവേസ് ബി നിങ്ങൾ എപ്പോഴും ആയിരിക്കും, ഓൾവേസ് എന്നാൽ എപ്പോഴും,
ബി വിൽ ബി എന്നാൽ ആയിരിക്കും. വിത്തൗട്ട് മണി പണമില്ലാത്തവനായിരിക്കും. ആൻഡ് യു വിൽ ലിവ് നിങ്ങൾ ജീവിക്കും. ഇൻ പോവേർട്ടി ദാരിദ്ര്യത്തിൽ. നോ മാറ്റർ ഹൗ മച്ച് യു വർക്ക് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും. ഹവവർ എന്നാൽ. ഇഫ് യു ബിക്കം റിച്ച് നിങ്ങൾ സമ്പന്നനായി തീർന്നാൽ. യുവർ ലൈഫ് വിൽ ബി ഷോർട്ട് നിങ്ങളുടെ ജീവിതകാലം കുറവായിരിക്കും. ദ വുഡ് കട്ടർ വാസ് ഡെവസ്റ്റേറ്റഡ്. ഡെവസ്റ്റേറ്റ് എന്നാൽ മനക്ലേശമുണ്ടാകുക എന്നാണ് അർത്ഥം. ആ വിറകുവെട്ടുകാരന് മനക്ലേശമുണ്ടായി. അപ്പോൾ ഹിയറിങ് ദിസ് ഇത് കേട്ട്, ആ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ജീവിതം കുറവായിരിക്കും സമ്പന്നനായി കഴിഞ്ഞാൽ. ഇത് കേട്ട് അദ്ദേഹം മാനസികമായി ദുഃഖിച്ചു. വൺ ഡേ ഒരു ദിവസം. ആസ് ദ വുഡ് കട്ടർ വാസ് റിട്ടേണിംഗ് ഹോം ആ വിറകുവെട്ടുകാരൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്. ആസ് എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു ആ സമയത്ത്. ഫ്രം ദ ഫോറസ്റ്റ് വനത്തിൽ നിന്നും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു ആ സമയത്ത്. ക്യാരിയിങ് വുഡ് ഓൺ ഹിസ് ഹെഡ് എന്താണ് ക്യാരി എന്നാൽ വഹിക്കുക, ചുമക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ചുമന്നു പോകുകയായിരുന്നു വിറക്. ഹി ഡിസ്കവേർഡ് അദ്ദേഹം കണ്ടെത്തി എ ലാർജ് വുഡൻ ബോക്സ് ഒരു മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ബോക്സ് അദ്ദേഹം കണ്ടെത്തി. വുഡൻ എന്നാൽ തടി കൊണ്ടുണ്ടാക്കിയ, ലാർജ് എന്നാൽ വലിയ, ഡിസ്കവർ എന്നാൽ കണ്ടെത്തുക, ഡിസ്കവേർഡ് കണ്ടെത്തി. ഇൻസൈഡ് അകത്ത് ആ പെട്ടിക്കകത്ത്. ഹി ഫൗണ്ട് അദ്ദേഹം കണ്ടു. എ ട്രഷർ ഓഫ് ഗോൾഡ് കോയിൻസ് സ്വർണ്ണ നാണയങ്ങളുടെ ഒരു നിധി അദ്ദേഹം കണ്ടു. ദർ വാസ് ഉണ്ടായിരുന്നു. സോ മച്ച് മണി ഒരുപാട് പണം. ദാറ്റ് അതുകൊണ്ട് ആ പണം കൊണ്ട്. ഹി കുഡ് ലിവ് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചേക്കും. എ കംഫർട്ടബിൾ ലൈഫ് ഒരു സുഖപ്രദമായ ജീവിതം. വിത്തൗട്ട് എവർ വർക്കിംഗ് അഗെയിൻ വീണ്ടും ഒരിക്കലും ജോലി ചെയ്യാതെ. ഹി വാസ് ത്രിൽഡ് അദ്ദേഹം പുളകം കൊണ്ടു. ടു സീ ദ വെൽത്ത് ആ ധനം കണ്ട് അദ്ദേഹം പുളകം കൊണ്ടു. വെൽത്ത് എന്നാൽ ധനം. ഹവവർ എന്നാൽ. ജസ്റ്റ് ആസ് ഹി വാസ് ഇമാജിനിങ് എ റിച്ച് ആൻഡ് ഹാപ്പി ലൈഫ് വിത്ത് ദ മണി അദ്ദേഹം സങ്കല്പിക്കുകയായിരുന്നു. സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് റിച്ച് ആൻഡ് ഹാപ്പി വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം ആ പണം കൊണ്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ജീവിക്കുന്നത്. ഹി റിമെമ്പേർഡ് ആ സമയത്ത് ഹി റിമെമ്പേർഡ് അദ്ദേഹം ഓർമ്മിച്ചു. ദ പ്രോഫസി ഓഫ് അലി അലിയുടെ ആ പ്രവചനം. പ്രോഫസി എന്നാൽ പ്രവചനം. ആ പ്രവചനം അത് അദ്ദേഹം ഓർത്തു. ഓൾ ഹിസ് ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും. വാനിഷ്ഡ് വാനിഷ് എന്നാൽ അപ്രത്യക്ഷമാകുക എന്നാണ് അർത്ഥം. വാനിഷ്ഡ് അപ്രത്യക്ഷമായി. ആൻഡ് ഹി ഡിസൈഡഡ് അദ്ദേഹം തീരുമാനിച്ചു. ടു ലീവ് ദ ബോക്സ് ആ ബോക്സ് പെട്ടി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ലീവ് ദ ബോക്സ് ഓഫ് ഗോൾഡ് ആ സ്വർണ്ണമടങ്ങിയ ആ പെട്ടി അദ്ദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ബിഹൈൻഡ് ആൻഡ് വോക്ക്ഡ് അവേ ലീവ് ബിഹൈൻഡ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. മറ്റൊരർത്ഥം കൂടെ കൊണ്ടുപോകാതിരിക്കുക. ലീവ് എന്നതിന് ശേഷം ആ വസ്തു അതായിരിക്കും. ഓക്കെ, അതിനുശേഷം ബിഹൈൻഡ് അങ്ങനെയാണ് ഇത് പറയുക. അദ്ദേഹം ഡിസൈഡഡ് തീരുമാനിച്ചു. ടു ലീവ് ദ ബോക്സ് ഓഫ് ഗോൾഡ് ബിഹൈൻഡ് ആ സ്വർണ്ണമടങ്ങിയ പെട്ടി കൂടെ കൊണ്ടുപോകാതിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആൻഡ് വോക്ക്ഡ് അവേ അങ്ങനെ അദ്ദേഹം നടന്നുപോയി. ലീവ് ബിഹൈൻഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഇവിടെ ഒരു ഉദാഹരണം നോക്കൂ. ഐ ലെഫ്റ്റ് മൈ പെൻ ബിഹൈൻഡ് മൈ സ്കൂൾ എൻ്റെ പേന ഞാൻ സ്കൂളിൽ മറന്നുവച്ചു. ആഫ്റ്റർ ടേക്കിംഗ് എ ഫ്യൂ സ്റ്റെപ്സ് കുറച്ച് കാലടികൾ വച്ചതിന് ശേഷം. ഹി റിയലൈസ്ഡ് അദ്ദേഹത്തിന് ബോധ്യമായി. ദാറ്റ് അത്. ദ ബോക്സ് ആ പെട്ടി വുഡ് നോട്ട് ബെനഫിറ്റ് എന്നാൽ ഉപകരിക്കുക. ആ ബോക്സ് ഉപകാരപ്പെട്ടേക്കില്ല എനിവൺ ഒരാൾക്കും.
ആസ് ഇറ്റ് വാസ് ലൈയിങ് ഹിഡൻ ഇൻ ദ ഫോറസ്റ്റ്. ഹിഡൻ എന്നാൽ മറയ്ക്കപ്പെട്ട, അത് വനത്തിനുള്ളിൽ മറയ്ക്കപ്പെട്ട രൂപത്തിലായതിനാൽ എന്താണ് അതൊരാൾക്കും പ്രയോജനപ്പെടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ലൈയിങ് ഹിഡൻ എന്നാൽ മറയ്ക്കപ്പെട്ട രീതിയിൽ കിടക്കുക. ഈവൻ ഇഫ് ഹി വേർ ടു ഡൈ സൂൺ ഹി തോട്ട് അബൌട്ട് ഓൾ ദ ഗുഡ് ഹി കുഡ് ഡു വിത്ത് ദ മണി. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടാൻ പോകുകയായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ആ പണം കൊണ്ട് സഹായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. സോ ഹി വെൻറ്റ് ബാക്ക്. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. ലെഫ്റ്റ് ദ വുഡ് ഇൻ ദ ഫോറസ്റ്റ്. വനത്തിൽ വിറക് ഉപേക്ഷിച്ചു. പിക്ഡ് അപ്പ് ദ ബോക്സ്. അദ്ദേഹം ആ ബോക്സ് പെട്ടി എടുത്തു. ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വൈൽ ഓൺ ഹിസ് വേ. അദ്ദേഹം വഴിയിലായിരിക്കെ എൻകൗണ്ടർ എന്നാൽ യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് എൻകൗണ്ടേർഡ്. അദ്ദേഹം യാദൃശ്ചികമായി കണ്ടുമുട്ടി. ദ ഷോപ്പ് കീപ്പർ. കച്ചവടക്കാരനെ. ഫ്രം ഹിസ് വില്ലേജ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരനെ അദ്ദേഹം യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. ദ ഷോപ്പ് കീപ്പർ ആസ്ക്ഡ്. ആ കച്ചവടക്കാരൻ ചോദിച്ചു. വാട്ട് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. പെട്ടിക്കകത്ത് എന്താണ്. യു ഡിഡിൻറ്റ് ബ്രിങ്. നീ കൊണ്ടുവന്നിട്ടില്ല. എനി വുഡ്. ഒരു തടി പോലും. ടുഡേ. ഇന്നെന്താണ് നീ ഒരു തടി പോലും കൊണ്ടുവന്നിട്ടില്ല. ദ വുഡ് കട്ടർ ആൻസ്വേർഡ്. വിറകുവെട്ടുകാരൻ മറുപടി പറഞ്ഞു. ദ ബോക്സ് ഈസ് ഫിൽഡ് വിത്ത് ഗോൾഡ് കോയിൻസ്. ഈ പെട്ടിക്കകത്ത് മുഴുവൻ സ്വർണമാണ്. ഐ ഡിസ്കവേർഡ് ഇറ്റ് ഇൻ ദ ഫോറസ്റ്റ്. ഞാൻ ഇത് വനത്തിൽ വച്ച് കണ്ടെത്തി. സിൻസ് ഐ ഹാഡ് ടു ക്യാരി ഇറ്റ്. സിൻസ് എന്നാൽ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് അർത്ഥം. ഐ ഹാഡ് ടു ക്യാരി ഇറ്റ്. എനിക്കിത് ചുമക്കേണ്ടതുണ്ടായിരുന്നു. ആയതിനാൽ ഈ ബോക്സ് എനിക്ക് ചുമക്കേണ്ടതുണ്ടായിരുന്നു. ആയതിനാൽ ഐ ലെഫ്റ്റ്. ഞാൻ ഉപേക്ഷിച്ചു. ദ വുഡ് എന്താണ് തടി, മരം ഞാൻ ഉപേക്ഷിച്ചു. ഇൻ ദ ഫോറസ്റ്റ് വനത്തിൽ ഞാൻ എന്താണ് അതുകൊണ്ട് എനിക്ക് ഈ ബോക്സ് ചുമക്കേണ്ടതുണ്ടായതിനാൽ ഞാൻ അത് വനത്തിൽ ഉപേക്ഷിച്ചു. ദ ഷോപ്പ് കീപ്പർ ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. ആ കച്ചവടക്കാരൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ബിക്കോസ് കാരണം വാട്ട് ദ വുഡ് കട്ടർ ക്ലെയിംഡ് സീംഡ് ഇമ്പോസിബിൾ. ആ വിറകുവെട്ടുകാരൻ പറഞ്ഞതെന്താണോ അത് അസാധ്യമായതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ദ വുഡ് കട്ടർ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആ വിറകുവെട്ടുകാരൻ വളരെ ആശയക്കുഴപ്പത്തിലായി. ഹി കുഡിൻറ്റ്. അദ്ദേഹത്തിന് സാധിച്ചില്ല. ഫിഗർ ഔട്ട് എന്നാൽ കണക്കാക്കുക, മനസ്സിലാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി കുഡിൻറ്റ് ഫിഗർ ഔട്ട്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വൈ ദ ഷോപ്പ് കീപ്പർ ലാഫ്ഡ്. എന്തുകൊണ്ടാണ് ആ കച്ചവടക്കാരൻ ചിരിച്ചത് അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ലൈക്ക് ദാറ്റ് എന്നാൽ അതുപോലെ എന്തിനാണ് അദ്ദേഹം പൊട്ടിച്ചിരിച്ചത് എന്ന് ഈ വിറകുവെട്ടുകാരന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇൻ റെസ്പോൺസ്. പ്രത്യുത്തരമെന്നോണം ഹി ക്വിക്ക്ലി. അദ്ദേഹം പെട്ടെന്ന് ലെഫ്റ്റ് ദ സീൻ എന്നാൽ സംഭവസ്ഥലം എന്നുള്ള അർത്ഥമാണ്. ലെഫ്റ്റ് എന്നാൽ വിട്ടുപോയി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ആ സ്ഥലം വിട്ടുപോയി പെട്ടെന്ന് തന്നെ. കോയിൻസിഡൻ്റലി ആകസ്മികമായി. എവരിവൺ ഹി എൻകൗണ്ടേർഡ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ എല്ലാവരും. അലോങ് ദ വേ വഴിയിൽ വച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയ എല്ലാവരും. ആസ്ക്ഡ് ഹിം അദ്ദേഹത്തോട് ചോദിച്ചു. ദ സെയിം ക്വസ്റ്റ്യൻ അതേ ചോദ്യം ചോദിച്ചു. മുമ്പ് മറ്റേ വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്ന അതേ ചോദ്യം. ആൻഡ് ദേ ഓൾ ഫൗണ്ട് ഹിസ് റെസ്പോൺസ് ഫണ്ണി. ഫണ്ണി എന്നാൽ തമാശയ്ക്ക് വക നൽകുന്ന, രസകരമായ, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ മറുപടി എല്ലാവരും എന്താണ് രസകരമായിട്ട് എടുത്തു. നൺ ഓഫ് ദം അവരിൽ ഒരാൾ പോലും. ബിലീവ്ഡ് വിശ്വസിച്ചില്ല. വാട്ട് ഹീ സെഡ് അദ്ദേഹം പറഞ്ഞത് എന്താണോ അത് അവരിൽ ഒരാളും വിശ്വസിച്ചില്ല. നൺ എന്നുള്ളതൊരു നെഗറ്റീവാണ്.
അതുകൊണ്ടാണ് ഒരാളും വിശ്വസിച്ചില്ല എന്നുള്ള അർത്ഥം കിട്ടിയത്. അപ്പോൺ റീച്ചിങ് ഹോം, വീട്ടിൽ എത്തിയതും ഹിസ് വൈഫ് ആസ്ക്ഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു. എബൌട്ട് ദ ബോക്സ്, ആ പെട്ടിയെപ്പറ്റി. അദ്ദേഹം വീട്ടിലെത്തിയതും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ പെട്ടിയെപ്പറ്റി ചോദിച്ചു. ഹി ഷെയർഡ് ദ എൻറ്റയർ സ്റ്റോറി ആൻഡ് ഹിസ് ഐഡിയ ഓഫ് യൂസിങ് ദ മണി ഫോർ ദയർ ഫാമിലി. അതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കുന്ന പദ്ധതി, അതിനെപ്പറ്റിയിട്ടും അദ്ദേഹം പങ്കുവച്ചു. ഹവവർ, എന്നാൽ ഹിസ് വൈഫ് സജസ്റ്റഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർദ്ദേശിച്ചു. ദേ ഷുഡ് നോട്ട് യൂസ് ദ ഗോൾഡ് കോയിൻസ് ഫോർ ദംസെൽവ്സ്, അവർക്ക് വേണ്ടിയിട്ട് ആ സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിക്കരുത്. സിൻസ് ദ മണി ഡിഡിൻറ്റ് ബിലോങ് ടു ദം, ആ പണത്തിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് അല്ലാത്തതിനാൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ഉപദേശിച്ചു, ആ പണം നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, ആ പണം നമ്മളുടേത് അല്ലാത്തതിനാൽ. ദെർഫോർ, ആയതിനാൽ. ദേ പ്ലേസ്ഡ് ദ ബോക്സ് ഇൻ എ കോർണർ ഓഫ് ദയർ റൂം. ദേ, അവർ പ്ലേസ്ഡ് എന്നാൽ വച്ചു, പ്ലേസ് എന്നാൽ വയ്ക്കുക, പ്ലേസ്ഡ് വച്ചു, ദ ബോക്സ്, ആ ബോക്സ്, ഇൻ എ കോർണർ ഒരു മൂലയിൽ, ഓഫ് ദയർ റൂം അവരുടെ റൂമിൻ്റെ ഒരു മൂലയിൽ അവർ ആ ബോക്സ് വച്ചു. ദ ഫാമിലി റെസിസ്റ്റഡ് ദ ടെംപ്റ്റേഷൻ ഓഫ് ഈസി മണി, ആ ന്യായരഹിതമായ പണത്തോടുള്ള വിമോഹനം അവർ ചെറുത്തു. റെസിസ്റ്റഡ് എന്നാൽ ചെറുത്തു, ടെംപ്റ്റേഷൻ എന്നാൽ പ്രലോഭനം, വിമോഹനം, ഇതൊക്കെയാണ് അർത്ഥം. ഈസി മണി എന്നാൽ ന്യായരഹിതമായ പണം, അതല്ലെങ്കിൽ കൈക്കൂലി, ഇതൊക്കെയാണ് അർത്ഥം. ദ വുഡ് കട്ടർ ഡിഡിൻറ്റ് ക്വിറ്റ് ഹിസ് ജോബ്. ക്വിറ്റ് എന്നാൽ നിർത്തിക്കളയുക. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിറകുവെട്ടുന്ന ജോലി നിർത്തിക്കളഞ്ഞില്ല. ഹി കണ്ടിന്യൂഡ് ടു ഏൺ മണി, അദ്ദേഹം പണം സമ്പാദിക്കൽ തുടർന്നു. ബൈ കട്ടിങ് ആൻഡ് സെല്ലിങ് വുഡ്, എന്താണ്, വിറക് മുറിച്ചുകൊണ്ടും അത് വിറ്റുകൊണ്ടും പണം സമ്പാദിക്കുന്നത് അദ്ദേഹം തുടർന്നു. ഇൻ ദ മാർക്കറ്റിൽ എന്താണ്, വിറ്റുകൊണ്ട്. ജസ്റ്റ് ലൈക്ക് ബിഫോർ, മുമ്പത്തെ പോലെ തന്നെ. ആസ് ടൈം പാസ്ഡ്, അങ്ങനെ കാലം കഴിഞ്ഞുപോയി. ഹി പെയ്ഡ് ഓഫ് ഹിസ് ഡെറ്റ്. ഡെറ്റ് എന്നാൽ കടം, പേ ഓഫ് എന്നാൽ കടം വീട്ടുക എന്നാണ് അർത്ഥം. പെയ്ഡ് ഓഫ് എന്നാണ് അതിൻ്റെ പാസ്റ്റ്. ഹി പെയ്ഡ് ഓഫ് ഹിസ് ഡെറ്റ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടി. ഹി ബിക്കെയിം വെൽത്തി ആൻഡ് ലിവ്ഡ് എ കംഫർട്ടബിൾ ലൈഫ്. ഹി ബിക്കെയിം, അദ്ദേഹം ആയിത്തീർന്നു, വെൽത്തി, അദ്ദേഹം ധനികനായിത്തീർന്നു, ആൻഡ് ലിവ്ഡ്, അങ്ങനെ അദ്ദേഹം ജീവിച്ചു, കംഫർട്ടബിൾ ലൈഫ്, സുഖപ്രദമായ ജീവിതം അദ്ദേഹം ജീവിച്ചു. ഹിസ് ഡോട്ടേഴ്സ് continued to receive good education and later secured good jobs. His daughters, അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ, continued to receive good education, നല്ല വിദ്യാഭ്യാസം നേടൽ തുടർന്നു. And later, ശേഷം, secured good jobs, നല്ല ജോലികൾ കരസ്ഥമാക്കുകയും ചെയ്തു. secure എന്നാൽ ഇവിടെ കൈക്കലാക്കുക എന്നുള്ള അർത്ഥമാണ്. It was a pleasant surprise for everyone that the Ali's prediction didn't come true. അലിയുടെ പ്രവചനം സത്യമായി പുലർന്നില്ല. അത് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ആശ്ചര്യ സംഭവം ആയിരുന്നു. പ്ലസൻ്റ് എന്നാൽ സന്തോഷകരമായ, സർപ്രൈസ് എന്നാൽ ആശ്ചര്യ സംഭവം, പ്രിഡിക്ഷൻ എന്നാൽ പ്രവചനം, ഡിഡിൻറ്റ് കം ട്രൂ സത്യമായി പുലർന്നില്ല. The woodcutter lived a long, joyful and healthy life. The woodcutter lived, ആ വിറകുവെട്ടുകാരൻ ജീവിച്ചു. എ ലോങ് എന്താണ്, ആ വിറകുവെട്ടുകാരൻ ദീർഘകാലം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിച്ചു. As for the gold coins in the box, he used that money to help those in need in the village. As for the gold coins in the box, പെട്ടിക്കകത്തായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ. ഹി യൂസ്ഡ് ദാറ്റ് മണി ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ് ഇൻ ദ വില്ലേജ്, അദ്ദേഹം ആ പണം ആ ഗ്രാമത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഉപയോഗിച്ചു.